ഗൗതം, എന്താടാ സജി? ചായ കുടിക്കുന്നതിൽ സജിയുടെ വിളി കേട്ടാണ് ഗൗതം അവനെ നോക്കിയത്. വൈകിട്ട് കൈകൊണ്ട് സജി ആംഗ്യം കാണിച്ചതും ഗൗതം തിരിച്ച് ഓക്കെ എന്ന് പറഞ്ഞതും സജി ഒന്ന് ചിരിച്ചു. ഇപ്പോഴാ സമാധാനമായത്. കല്യാണം കഴിയുന്നതുവരെ നീ അടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ പേടിച്ചു പോയി. ഇനി അടിയൊക്കെ നിർത്തിയോ എന്ന്. അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോടാ? അല്ല, എന്തിയാ അവന്മാർ? ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഒരെണ്ണവും. സജി ഗൗതമിൻ്റെ കമ്പനിക്കാരാണ്. അവനെ കൂടാതെ റിച്ചു, വരുൺ, അങ്ങനെ 2 പേര് കൂടിയുണ്ട്. വർഷങ്ങളായി ഇവരൊക്കെയാണ് ഗൗതമിൻ്റെ കമ്പനി. അവന്മാരെ 2 കൂടി ഓഡിറ്റോറിയത്തിൽ എന്തോ കുറച്ച് പണി കൂടിയുണ്ടെന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. ഞാൻ പിന്നെ ഇങ്ങ് പോകുന്നതാണ്. ഇവിടെയും ആള് വേണ്ടേ? ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ ഇങ്ങ് എത്തിക്കോളാം. ഞങ്ങൾ പോയി എടുക്കണോ? വേണ്ടടാ, അതൊക്കെ സെറ്റാണ്. ഹോ, ഇവിടെ ഓരോരുത്തന്മാർ കല്യാണത്തിന് വന്നപ്പോഴൊക്കെ നല്ല കോലത്തിലായി. കണ്ടിട്ട് കൊതിയാവുമായിരുന്നു. ഗൗതം അവനെ സൂക്ഷിച്ചു നോക്കി. സജിയുടെ മുഖത്ത് രാവിലെ തൊട്ട് വെള്ളമടിക്കാത്തതിൻ്റെ ഒരു ഇതുണ്ട്. എൻ്റെ പൊന്നളിയ, ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. അവനൊന്ന് അമർത്തി മൂളി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഗൗതം. എന്താടാ? സജിയുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായിരുന്നു. നിനക്ക് ശരിക്കും പൂജയുമായുള്ള കല്യാണത്തിന് താല്പര്യമുണ്ടായിരുന്നോ? അതോ എല്ലാവരും അറിഞ്ഞുറപ്പിച്ച കല്യാണം മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണോ നീ? അതും എല്ലാം അറിഞ്ഞിട്ടും. പലതവണ ചോദിക്കണമെന്ന് കരുതി മാറ്റിവെച്ചൊരു കാര്യമാണ്. ഇമ്മാണ് ചോദിക്കാൻ പറ്റിയ അവസരമെന്ന് സജിക്ക് തോന്നി. പിന്നെ എനിക്ക് വട്ടല്ലേ എൻ്റെ ജീവിതം നാട്ടുകാരെ ഓർത്ത് കളയാൻ. സജി ഒന്ന് മൂളി. അപ്പോഴും അവൻ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചില്ലായിരുന്നു. എന്താടാ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? ഏയ് അതല്ല, എന്തോ മറ്റവൻ ഇവിടെയുണ്ട്. പിന്നെ അവനെവിടെ പോകാനാ? ഗൗതമത്തിൻ്റെ ശബ്ദം കുറച്ചുയർന്നു. ദേഷ്യം വന്നാൽ വായിൽ വരുന്ന വിളിച്ചു പറയും. അതാണ് അവൻ്റെ സ്വഭാവം. സജിക്ക് അവൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവന്മാർക്കുമുണ്ടോ നിൻ്റെ പോലുള്ള സംശയമൊക്കെ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ അത് വിട്. ഞാൻ അകത്ത് വരെ പോയിട്ട് വരാം. നീ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ഇല്ലടാ, നീ പോയിട്ട് വാ. ഗൗതം പോയതും ചിലരൊക്കെ മണ്ഡപത്തിൽ വെച്ച് പൂജയെപ്പറ്റി പറയുന്ന താൻ കേട്ടത് അവൻ്റെ മനസ്സിലേക്ക് വന്നു. അത് മനസ്സിൽ കയറി ചോദിച്ചതാണ് അവനോട്. അതുമാത്രമല്ല, പൂജയുടെ ആൾ നാട്ടിലുണ്ട്. വേണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നു. സജിക്ക് അവനോട് അങ്ങനെ ചോദിക്കേണ്ടി വന്നതിൽ വല്ലാത്ത പ്രയാസം തോന്നി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതായി തന്നെ അവസാനിപ്പിക്കേണ്ടതിന് പകരം വീണ്ടും അതൊക്കെ ഓർമ്മിപ്പിച്ചു താൻ. പൂജ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ റൂമിൽ ഗൗതം നിൽക്കുന്നത് കണ്ടവൾ മടിയോടെ ബാത്റൂമിനകത്തേക്ക് തിരികെ കയറാനൊരുങ്ങിയതും അവൻ അവളെ കണ്ടിരുന്നു. എന്നെ കണ്ടിട്ടാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്നും നിനക്കെന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ബാത്റൂമിൽ കയറി ഇരിക്കേണ്ടി വരും. ഗൗതം കളിയാക്കും പോലെ പറഞ്ഞതും പൂജ വല്ലായ്മയോടെ മുന്നോട്ട് നടന്ന് വരാൻ തുടങ്ങി. ഗൗതം അവളെ തന്നെ നോക്കി കൈകെട്ടി നിന്നു ചുമരിന് ചാരെ. എന്നെ കാണുമ്പോഴേ ഓടാൻ നിന്നെ ഞാൻ പിടിച്ചു വിഴുങ്ങുകയൊന്നുമില്ല. ഗൗതമിൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് പൂജയ്ക്ക് ചെറിയ ദേഷ്യം തോന്നിയെങ്കിലും പുറമേ അതവൾ പ്രകടിപ്പിച്ചില്ല. എന്താടി, നിന്റെ നാക്കിറങ്ങിപ്പോയോ? എനിക്കറിയാം നിനക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്. ഉണ്ട്. അത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്നവൾ പെട്ടെന്ന് തലയുയർത്തി പറഞ്ഞു. ഉണ്ടെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല. ഒന്ന് പോടി. മുഖം കൂട്ടി സ്റ്റാൻഡിൽ കിടന്ന തോർത്തുമെടുത്തവൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. എന്തൊരു മനുഷ്യനാ! സംസാരം കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ പോയ വഴിയെ നോക്കിയവൾ പതിയെ പറഞ്ഞു. ഇയാളുടെ കൂടെയൊക്കെ ഈ മുറിയിൽ, അതും ഇനിയുള്ള കാലം ആലോചിക്കുമ്പോൾ തന്നെ പൂജയ്ക്ക് വട്ടുപിടിക്കുന്ന പോലെ തോന്നി. മേശപ്പുറത്തിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് അവളുടെ ശ്രദ്ധ ഫോൺ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞത്. ഇത് അയാളുടെ ഫോണല്ലേ? തുടരെ തുടരെ അടിക്കുന്നത് കേട്ടവൾ പതിയെ ഫോൺ ഇരിക്കുന്നിടത്തേക്ക് തന്നെ വിളിക്കുന്നത് ആരാണെന്ന് നോക്കാനായി തിരിഞ്ഞു. ഹണി എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ താഴെ ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കൂടിയുണ്ട്. നിർത്താതെ ആ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് കണ്ട് എന്തൊക്കെയോ സംശയങ്ങൾ അവളിൽ മുളച്ചു പൊങ്ങിയിരുന്നു. എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് തൻ്റെ ഫോണും എടുത്തവൾ ബെഡിലേക്കിരുന്നു. ഇന്നത്തേക്ക് ഇതിയധികം പുറത്തേക്കിറങ്ങേണ്ടതും തന്നെയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. പലർക്കും തൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒളിഞ്ഞും തെളിഞ്ഞും കേട്ടതൊക്കെ മുഖത്ത് നോക്കി വരെ ചോദിച്ചെന്ന് വരും. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ താനൊരു വലിയ തെറ്റുകാരി തന്നെയാണ്. ഒരു പക്ഷേ ഇനിയും മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസിയായി നിൽക്കേണ്ടിയും വരും. പൂജയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എത്രയൊക്കെ ധൈര്യം പുറമേ കാണിച്ചാലും സ്വയം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കരുതി നിൽക്കുമ്പോഴും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ മുള്ളു വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകും. നെഞ്ചൊന്ന് പിടയും. അതൊരു പക്ഷേ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് കരുതുന്നവരുടെ അടുത്തു നിന്ന് കൂടിയായാൽ പിന്നെ പറയുകയും വേണ്ട.
കയ്യിലിരിക്കുന്ന ഫോൺ പതിയെ തുറന്നു നോക്കി. ഇന്ന് രാവിലെ അപ്പച്ചിയാണ് 1 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഫോൺ തിരികെ തരുന്നത്. കല്യാണത്തിൻ്റെ തലേന്ന് വരെ കാമുകൻ്റെ കൂടെ പോകാനുള്ള സാധ്യതകളെ തടയാനുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു ഫോൺ മേടിച്ചു വെച്ചത്. അവളിൽ പുച്ഛം നിറഞ്ഞു. ഫോൺ തുറന്നതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാം ഡിലീറ്റ് ആക്കിയിരുന്നു. ഫോണിൽ നിന്നല്ലേ കളയാൻ പറ്റൂ, മനസ്സിൽ നിന്നൊക്കെ കളയാൻ അവർക്കെന്നല്ല ആർക്കും കഴിയില്ല. പൂജയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത്രമേൽ സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവളുടെ മനസ്സിലുണ്ട്. ഗൗതം ഇപ്പോഴെങ്ങാനും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമെന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് അവൾ മുഖം തുടച്ചു. എന്തേലും കിട്ടാൻ കാത്തു നിൽക്കും പോലെയാണ് അവൻ്റെ പരിഹാസവും കളിയാക്കും നിറഞ്ഞ സംസാരം. എന്തോ വല്ലാത്ത അരോചകത്വമാണ് അത് കേൾക്കുമ്പോൾ തന്നെ. ഇയാൾക്കൊപ്പം ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ല. ഒരുപാട് കാലം കൂടെ ജീവിക്കാൻ കഴിയുമോയെന്നും അറിയില്ല. ഫോണിൽ അച്ഛൻ്റെ നമ്പർ കുറേ തവണ വന്നു കിടപ്പുണ്ട്. ഇങ്ങോട്ട് കയറി വരും വഴി ആരുടെയോ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഫോൺ. അച്ഛൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടുത്തെ അമ്മ കൊണ്ടുതരുമ്പോഴാണ് ഫോണിൻ്റെ കാര്യം ഓർക്കും തന്നെ. ഇനിയിപ്പം ഇതുണ്ടേലും ഇല്ലേലും എന്താ? അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇതിനെ ജീവനക്കാളേറെ സ്നേഹിച്ചുകൊണ്ട് നടന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു ദിവസം ചാർജ് ചെയ്യാൻ വൈകിയാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനേക്കാൾ താൻ അത്രയേറെ സ്നേഹിക്കുന്ന ഒരാളോട് മിണ്ടാൻ കഴിയാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നിയവൾക്ക് കൂടെ വല്ലാത്തൊരു നഷ്ടബോധവും. ഗൗതം ബാത്റൂം ഡോർ തുറന്ന് ഇറങ്ങുന്ന ശബ്ദം കേട്ടാണ് പൂജ ചിന്തകളിൽ നിന്നുണർന്നത്. അവനെ കണ്ട് പെട്ടെന്ന് അവൾ തല കുനിച്ച് ഫോണിൽ തന്നെ നോക്കിയിരുന്നു. അവളെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് മാറാനുള്ള ഡ്രസ്സും എടുത്ത് തിരികെ ബാത്റൂമിലേക്ക് കയറി. തല താഴ്ത്തിയിരുന്നത് കൊണ്ട് ടർക്കി മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെ അവൾ കണ്ടതുമില്ല. പക്ഷേ അലമാര തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ കാര്യം അവൾക്ക് പിടികിട്ടിയിരുന്നു. അയ്യേ, ഇയാൾക്ക് കുളിക്കാൻ പോകുന്ന കൂടെ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയിക്കൂടെ? നാണവും മാനവുമില്ലാത്ത മനുഷ്യൻ. വല്ലാത്തൊരു അവജ്ഞയോടെ പെറുപെറുത്തവൾ. തുണി മാറിയവൻ ഇറങ്ങി വരുമ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊക്കെ തോന്നിയെങ്കിലും താഴേക്ക് പോയാൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. ഗൗതം വസ്ത്രം മാറി ഇറങ്ങി വരുമ്പോൾ പൂജ ഫോണിൽ തന്നെ നോക്കിയിരിക്കുവാണ്. നിനക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ടേ, അതോ ഈ റൂമിൽ തന്നെ കുത്തിയിരിക്കാനാണ് ഭാവം? അവൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് ചോദിച്ചത്. എനിക്ക് വിശപ്പില്ല. കണ്ണാടി നോക്കി മുടി ചീകാൻ തുടങ്ങിയവൻ പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു. വിശപ്പുണ്ടേലും ഇല്ലേലും കഴിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തലകറങ്ങി വീണാൽ ഞങ്ങൾ നിനക്ക് കഴിക്കാൻ തല്ലെന്ന് ആളുകൾ പറയും. വന്ന് കയറിയപ്പോൾ തന്നെ നാട്ടുകാരെ കൊണ്ട് വീണ്ടും പറയിക്കണോ നിനക്ക്? അവൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ തുറച്ചു നോക്കി. വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ എന്നേലും പറയുമ്പോഴുള്ള നോക്കി പേടിപ്പിക്കൽ. നീ നോക്കിയാൽ ഉടനെ ഞാനങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതിയോ? അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല ഈ ഗൗതം. മനഃപൂർവ്വം വഴക്കിന് വരും പോലെയുള്ള അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനെന്തോ പറയാൻ വന്നതും പൂജ പെട്ടെന്ന് കൈയെടുത്ത് തൻ്റെ ഇരുചെവിയും പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് കുറച്ച് സമാധാനം താ പ്ലീസ്. വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഓരോന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കരുത് തന്നെ. പൂജ പറയുന്നത് കേട്ട് കൂടുതലൊന്നും പറയാതെ അവൻ മുടി ചെയ്യുവാൻ തുടങ്ങി. അവൾക്ക് ദേഷ്യവും വിഷമവും ഒരുപോലെ തോന്നി. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അവനൊന്ന് അടങ്ങിയെന്ന് കണ്ടതും പൂജ പതിയെ ചെവിയിൽ നിന്ന് കൈയെടുത്ത് മാറ്റി ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഗൗതം മുറിവിട്ട് പോയിരുന്നു. അവൻ പോകുന്നത് വരെ അവളോടൊന്നും പിന്നെ പറയാനും പോയില്ല അവൻ. ഗൗതം, പൂജയുടെ താഴേക്കിറങ്ങി വരുന്ന ഗൗതമിനെ കണ്ടാണ് ആശ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. അവൾ റൂമിലുണ്ട്. എന്താ അമ്മേ, നിനക്ക് വന്നപ്പോൾ അവളെയും കൂട്ടി കൂടെ കൊട്ടാമായിരുന്നില്ലേ? വന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് പുതുപ്പെണ്ണ എന്ത് ചെയ്യുന്നു. എന്തിന്? അവരാരും കല്യാണത്തിന് വന്നപ്പോൾ കണ്ടില്ലായിരുന്നോ അവളെ? അവനൊരു പരിഹാസത്തോടെയാണ് ആശയോടത് പറഞ്ഞത്. എടാ, നീ ഇതെന്താ പറയുന്നേ? കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ പൂജ? അവളെ കാണാൻ വരുന്നവരൊക്കെ ചോദിക്കും. അതൊക്കെ നാട്ടു നടപ്പാണ്, എല്ലാ കുടുംബത്തിലും നടക്കുന്നത്. എനിക്കറിയില്ല. അവളിവിടെ റൂമിലുണ്ട്. ഞാൻ ചോദിച്ചതാ മുറിയിൽ നിന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ താഴേക്ക് എൻ്റെ കൂടെ വരാൻ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തലവേദനയാണെന്നാ പറഞ്ഞേ. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റതിൻ്റെയൊക്കെയാണെന്നാ പറഞ്ഞത്. അവരൊന്ന് മോളി. എന്നാ കിടന്നോട്ടെ, വിളിക്കണ്ട, ഞാൻ പറഞ്ഞോളാം ചോദിക്കുന്നവരോട്. വെറും നീ ഒന്ന് മോളിയവൻ. നല്ല തലവേദനയാണ്, മരുന്ന് എന്തെങ്കിലും വേണേൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. അതൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. ചിലപ്പോൾ കുറച്ചു നേരം കിടന്നാൽ മാറിക്കോളും. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ആരാണേലും എന്നെ തിരക്കുവാണെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞേക്ക്. എടാ, ഞാൻ ആശയെന്തോ പറയാൻ വന്നതും ഗൗതം അവരുടെ അടുത്ത് നിന്ന് കുറേ മുന്നിലേക്ക് പോയിരുന്നു. ഇതിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാനെന്താ പറയുന്നേ? ചെറുക്കനുമില്ല പെണ്ണുമില്ല. അവൻ പോയ വഴിയെ നോക്കി സ്വയം പറഞ്ഞുകൊണ്ട് ആശ അടുക്കളയിലേക്ക് പോയിരുന്നു.
പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാണുന്നവരൊക്കെ പൂജയും ഗൗതമിനെയും ചോദിച്ചുകൊണ്ടിരുന്നു. അവരോടൊക്കെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് ആശ ഒരുവിധം തടിതപ്പി. അതേസമയം പൂജയെപ്പറ്റി ആശയോട് വന്ന് സംസാരിച്ച അമ്മായി ഇടയ്ക്കൊക്കെ വീണ്ടും വന്നവരോട് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ മാത്രമല്ല, വേറെ ചിലരും. വാക്കിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ലല്ലോ. ആശയ്ക്ക് പലപ്പോഴായി അത് തോന്നിയിരുന്നു. ഡെയിലി പോസ്റ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ കമൻ്റ് ഇടണം. കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ കമൻറ്റ് വളരെ കുറവാണ്. കമൻ്റ് ഇടണം. താങ്ക് യു.